ഒരുപാട് സുഹൃത്തുക്കൾ ഷോപ്പിൽ വന്നുകൊണ്ടും അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എൻ്റെ ഫോണിൽ 64 GB സ്റ്റോറേജ് ഉണ്ട്, അല്ലെങ്കിൽ 128 GB സ്റ്റോറേജ് ഉണ്ട്, അല്ലെങ്കിൽ 32 GB സ്റ്റോറേജ് ഉണ്ട്. പക്ഷേ എൻ്റെ ഫോണിൽ പ്രത്യേകിച്ച് പറയാൻ ഒന്നുമില്ല. കുറച്ച് വീഡിയോസ്, എൻ്റെ കുട്ടികളെ കുറച്ച് വീഡിയോസ് ഉണ്ട്, അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട്. അതിലപ്പുറം എൻ്റെ ഒരു ഫോണിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷേ ഈ ഒരു പ്രശ്നം എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എൻ്റെ ഫോൺ നോക്കി കഴിഞ്ഞാൽ എപ്പോഴും ഫുള്ളാണ്. ഈ ഒരു ഫോണിലുള്ള ഈ കുറഞ്ഞ വീഡിയോസ് ഡിലീറ്റ് ആക്കാതെ എൻ്റെ ഫോണിലെ സ്റ്റോറേജ് എങ്ങനെ വർദ്ധിപ്പിക്കാം? അതായത് എൻ്റെ ഫോണിൽ ഓൾറെഡി സ്റ്റോറേജ് ഉണ്ട്, പക്ഷേ എൻ്റെ ഗാലറി ഓൺ ആക്കുമ്പോൾ സ്റ്റോറേജ് ഫുള്ളെന്ന് കാണിക്കണേ, അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ എന്തെങ്കിലും ഓപ്പൺ ആക്കുമ്പോൾ സ്റ്റോറേജ് ഫുള്ളെന്ന് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മൈഫൈൽ ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിലും സ്റ്റോറേജ് ഫുള്ളാന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഫോണിലും അതേ ഒരു പ്രശ്നമാണ്. എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഫോണിൽ 64 GB സ്റ്റോറേജ് ഉണ്ട്, പക്ഷേ ഈ ഒരു ഫോണിൻ്റെ സ്റ്റോറേജ് ഓൾറെഡി ഫുള്ളായി. ഈ ഒരു ഫോണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ട് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പരിശോധിച്ച് നോക്കുമ്പോഴും അതൊക്കെ തന്നെ കാണുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊന്നും കാണുന്നില്ല. പക്ഷേ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത് ഈ ഒരു ഫോൺ, ഇപ്പം എൻ്റെ ഈ ഒരു കയ്യിലുള്ള ഈ ഒരു ഫോണിൽ ഞാൻ എങ്ങനെ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നു എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഇതുപോലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഈ കാണിക്കുന്ന മെത്തേഡ് അല്ലാതെ മറ്റെന്തെല്ലാം കാരണം കൊണ്ടാണ് ഈ ഒരു സ്റ്റോറേജ് ഫുള്ളായിരിക്കുന്നത് എന്നുള്ളതും കൂടിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഖാദർ വെള്ളേരി, വെൽക്കം ടു ടെക് സൊല്യൂഷൻസ്. സ്റ്റോറേജ് ഫുള്ളായിട്ടുള്ള ഏതൊരു ഫോൺ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനിൽ ഏകദേശം ഇതുപോലത്തെ ഒരു ഐക്കണ് കാണാൻ പറ്റും. ഇനി സ്റ്റോറേജ് മാക്സിമം ഫുള്ളായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഐക്കണെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണ് അതിൻ്റെ മാക്സിമം ലെവലിൽ എത്തിയിട്ടില്ല, പക്ഷേ എന്നാലും സ്റ്റോറേജ് ഫുള്ളാണ്. അതായത് ഇതിലുള്ള ഫോട്ടോസിനെ അപേക്ഷിച്ചിട്ട് നോക്കുമ്പോൾ ഈ ഒരു ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു ഫോൺ 128 GB ഈ ഒരു ഫോൺ ഇറങ്ങിയിട്ടുള്ളത്. ഈ ഒരു ഫോൺ 128 GB ഞാനിപ്പോൾ ഈ ഒരു ഫോൺ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ഫോണിൽ ഇപ്പോൾ ഏകദേശം 90 GB ഡാറ്റ ഉപയോഗിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏകദേശം ഈ ഒരു ഫോണിൻ്റെ 70% ഈ ഒരു ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ നോട്ടിഫിക്കേഷൻ പാനലിലുള്ള ഈ ഒരു ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവമായിരിക്കും കാണാൻ പറ്റുക. അതായത് നമ്മളെ ഫോണിലുള്ള ഡാറ്റ എന്തിനെല്ലാം ഉപയോഗിച്ച് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വെറും 3.5 GB മാത്രമാണ് ഈ ഒരു ഫോണിലുള്ള ഫോട്ടോസ്. അതിനുശേഷം 26 GB വീഡിയോസും കാണുന്നുണ്ട്. 128 GB ഉള്ള ഫോണാണ്, അതിൽ 26 GB വീഡിയോസ് ഉണ്ടാകുക പറഞ്ഞാൽ ഒരു പ്രശ്നമല്ല. അതിനുശേഷം നമ്മൾ ഫോണാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഡിയോ ഇതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പിന്നെ ചില ഫോണുകളിൽ അതേഴ്സ് എന്ന സെക്ഷനിലും നമുക്ക് ഒരുപാട് GB ഉപയോഗിച്ചതായിട്ട് കാണാൻ പറ്റാറുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീസൈക്കിൾ ബിൻ എന്ന സെക്ഷനിൽ 23 GB ഉപയോഗിച്ചതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഫോൺ ഇങ്ങനെ നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഈ ഒരു ഫോണിൻ്റെ പ്രശ്നം മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ വേറെ പ്രശ്നങ്ങളൊന്നുമല്ല, ഈ ഒരു ഫോണിൻ്റെ റീസൈക്കിൾ ബിന്ന് ഓൾറെഡി ഫുള്ളായതാണ്. അതായത് നമ്മളെ ഫോണിലുള്ള നമ്മൾ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ ഡിലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഗാലറിയിൽ നോക്കുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്തതെന്ന് കരുതിയാണ്ട് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടാകും. പക്ഷേ ആ ഡിലീറ്റ് ആക്കിയ ഫയലും നമ്മൾ ആ റീസൈക്കിൾ ബിന്നിൽ വന്ന് നോക്കും. അതാണ് ഇവിടെ കാണുന്നത്. നമ്മൾ മൈഫൈലിൽ നിന്ന് ഡിലീറ്റ് ആക്കിയിട്ടുള്ള 23 GB ഫയലുകളുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ആക്കിയാൽ ഈ ഒരു ഫോണിൻ്റെ പ്രശ്നം തീരും. ഞാൻ അപ്പോൾ എങ്ങനെ ഡിലീറ്റ് ആക്കാം എന്നുള്ളത് ആദ്യം ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു സെക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിയിൽ ഈ ഒരു സെക്ഷനിൽ നോക്കിയിട്ട് ഇത് മൊത്തത്തിൽ നമുക്ക് ആവശ്യമില്ലാത്തതാണ്, നമ്മൾ ഓൾറെഡി ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഡിലീറ്റ് ആക്കിയത്. എന്നാലും നമ്മൾ ഈ ഒരു ഫോണിൽ 1 മാസം അത് നിൽക്കും. നമ്മൾ അതിനൊന്നും വെയിറ്റ് ചെയ്യാതെ നമ്മൾ ഇതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം മൊത്തത്തിൽ ഒരു ഡിലീറ്ററും കൂടിയാണ് അടിച്ചു കൊടുക്കുക. നമ്മളെ ഫോണിൽ ഒരുപാട് കാലമായിട്ട് നമ്മൾ തീരെ ഡിലീറ്റ് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ഫയലുകൾ ഉണ്ടാകും, ഇത്ര പെട്ടെന്നൊന്നും തീർന്നോളണമെന്നില്ല. അതിനുശേഷം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ വെറും 52% മാത്രമാണ് ഈ ഒരു ഫോൺ ഉപയോഗിച്ചതായിട്ട് നമ്മൾ കാണാൻ പറ്റുന്നത്. ഇതൊരു മെത്തേഡാണ്. അതായത് നമ്മളെ ഫോണിൻ്റെ റീസൈക്കിൾ ബിന്നാണ് ഫുള്ളായി കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഡിലീറ്റ് ആക്കിയാൽ ആ ഒരു പ്രശ്നം തീരും. ഇനി ചില ഫോണിൽ നമ്മൾ കാണാറുള്ളത് റീസൈക്കിൾ ബിന്നൊക്കെ കാലിയായിരിക്കും, അതർ എന്ന സെക്ഷനിൽ ഫുള്ളായി കിടക്കുന്നത് കാണാറുണ്ട്. അതുപോലെ ഇതേപോലെ തന്നെ 20 GB അല്ലെങ്കിൽ 22 GB ഒക്കെ ഉപയോഗിച്ചതായിട്ട് കാണാൻ പറ്റും. ഈ ഒരു സംഭവം വരുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ടെലിഗ്രാം പോലുള്ള ആപ്ലിക്കേഷനുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ പല ആവശ്യത്തിനും വേണ്ടിയിട്ട് ഓരോ ഡാറ്റകൾ ഡൗൺലോഡ് ചെയ്യും. പിന്നെ നമ്മൾ അതിന് ചിലപ്പം ഡിലീറ്റ് ആക്കുക അല്ലെങ്കിൽ നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാകും. പക്ഷേ ആ ഒരു ഫയൽ നമ്മൾ യഥാർത്ഥത്തിൽ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണോ, അതിൻ്റെ ഈ ഒരു ടെലിഗ്രാമിൻ്റെ സെക്ഷനിൽ പോയിട്ട്, അതായത് മൈഫൈലിൻ്റെ ഉള്ളിൽ ടെലിഗ്രാമിൻ്റെ ഫോൾഡർ കണ്ടെത്തിയതിന് ശേഷം നമ്മൾ ഡിലീറ്റ് ആക്കിയെങ്കിൽ മാത്രമാണ് ആ ഒരു സംഭവം ഡിലീറ്റ് ആവുള്ളൂ. ഇതെങ്ങനെ കണ്ടെത്തുകയെന്ന് വെച്ചാൽ നമ്മൾ മൈഫൈലിൻ്റെ സെറ്റിങ്സ് എടുക്കുക. മൈഫൈലിൻ്റെ സെറ്റിങ്സ് എടുത്തതിന് ശേഷം നമ്മൾ ഷോ ഹിഡൻ ഫയൽ എന്നുള്ളത് ഇനേബിൾ ചെയ്ത് വെക്കുക. അതിന് ശേഷം നമ്മൾ ഈ ഒരു സെക്ഷനിൽ തരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് എല്ലാ ഫോൾഡറുകളും കാണാൻ പറ്റും. ഈ ഒരു കൂട്ടത്തിൽ നമുക്ക് ചില ഫോണിൽ ഈ ഒരു സെക്ഷനിൽ തന്നെ നമുക്ക് ടെലിഗ്രാം പറഞ്ഞത് കാണാൻ പറ്റും.
ഇത് കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോ സെക്ഷനൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ഇതുപോലെ വീഡിയോ ഡൗൺലോഡായി കിടക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളെ ഫോണ് നമ്മളറിയാതെ ഫുള്ളായിട്ടുണ്ടാവും. ഈ ഒരു വീഡിയോ ചിലപ്പം നമ്മളെ ഗാലറിയിൽ വന്നുകൊള്ളണം എന്ന് നിർബന്ധമല്ല. ചില ഫോണിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷന് പകരം ആൻഡ്രോയിഡ് എന്ന ഫോൾഡറിൻ്റെ അകത്ത് മീഡിയ എന്ന സെക്ഷനിലായിരിക്കും ഈ ഒരു ഫോൾഡർ വന്ന് കിടക്കുന്നുണ്ടാകുക. ആ ഒരു സെക്ഷനിൽ പോയിട്ടൊന്ന് ഡിലീറ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാലും ആ ഒരു പ്രശ്നം തീരും. അതായത് അതേ സെക്ഷനിലുള്ളതാണെന്നുണ്ടെങ്കിൽ. ഇനി ഇതൊന്നും കൂടാതെ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ കണ്ടുവരാറുള്ളത് നമ്മൾ ഡിവൈസ് കെയറിൽ തന്നെ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ്റെ സെക്ഷനിൽ നമ്മൾ ഇതേ ഒരു പ്രശ്നം കാണാറുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫോണിൽ നമുക്കറിയാം 24 GB ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ ഒരു സെക്ഷൻ ഓണാക്കി കഴിഞ്ഞാൽ നമ്മളെ ഫോണിലുള്ള ഓരോ ആപ്ലിക്കേഷനും എത്രത്തോളം GB ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇതിലെന്താ പറയുക വെച്ചാൽ നമ്മൾ ഓരോ ആപ്ലിക്കേഷനും നമ്മൾ തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ സോർട്ട് ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഏറ്റവും സൈസ് കൂടിയ ആപ്ലിക്കേഷൻ മുകളിൽ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഓരോ ആപ്ലിക്കേഷനെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാട്സാപ്പ് എന്ന ആപ്ലിക്കേഷൻ 6 GB വാട്സാപ്പ് ബിസിനസ് 3.5 GB പിന്നെ ഗൂഗിൾ ഡ്രൈവ് 712 MB ഒക്കെ ഉപയോഗിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ ഈ ഒരു വാട്സാപ്പിൻ്റെ ഈ ഒരു ഫോൾഡർ നമ്മൾ ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇതിൻ്റെ സ്റ്റോറേജ് സെക്ഷൻ ഒന്ന് ഓപ്പൺ ആക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിനെല്ലാം ഉപയോഗിച്ചു എന്നുള്ളത് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡാറ്റ 6 GB ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഡാറ്റ നമ്മൾ ഡിലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മളെ വാട്സാപ്പിലുള്ള മെസ്സേജുകളൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് അത് മാക്സിമം ഡിലീറ്റ് ആക്കാതിരിക്കാൻ ശ്രമിക്കുക. അതെ, ഈ ഒരു ആപ്ലിക്കേഷൻ സെക്ഷനിൽ സാധാരണ കണ്ടുവരാറുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ സാംസങ് ഇൻ്റർനെറ്റ് എന്ന ബ്രൗസറോ സാധാരണഗതിയിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനിൽ വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആദ്യം തന്നെ ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കുക. അതിന് ശേഷം നമ്മൾ സ്റ്റോറേജ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സ്റ്റോറേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിവിടെ ക്യാച്ച് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. ക്യാച്ച് 46 MB. അപ്പോൾ 2 ദിവസം മുമ്പ് ഇതിൻ്റെ ക്യാച്ച് ഫയൽ ഡിലീറ്റ് ആക്കിയതാണ്, അതുകൊണ്ടാണ്. ഇനി ചില ഫോണുകളിൽ ഇത് 5 GB 10 GB വരെ കാണാറുണ്ട്. ഇതൊന്ന് ക്ലിയർ ക്യാച്ച് എന്നുള്ളത് ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് 0 MB മാറും. നമുക്ക് അത്രയും സ്റ്റോറേജ് നമുക്ക് കൂടുതലായിട്ട് ലാഭം ഉണ്ടാവും. അത് ഈ സ്റ്റോറേജ് ഫുള്ളായ ഫോണുകളിൽ ഏറ്റവും കൂടുതൽ കാണാറുള്ള ഒരു പ്രശ്നമാണ് ഗൂഗിൾ ക്രോമിൻ്റെ ക്യാച്ച് ഫയൽ ഫുള്ളായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു മൈ ഫയലിലും ഇതേ ഒരു പ്രശ്നം കാണാറുണ്ട്. മൈ ഫയലിൽ നമ്മൾ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ആക്കിയാൽ പോലും ചില ഫോണിൽ ഇതുപോലെ ഈ ഒരു സെക്ഷനിൽ കാണാറുണ്ട്. അതും നമുക്ക് ക്ലിയർ ക്യാച്ചും ചെയ്യാൻ പറ്റും, ക്ലിയർ ഡാറ്റയും ചെയ്യാൻ പറ്റും. യാതൊരു പ്രശ്നവുമില്ല. നമ്മളെ ഫോണിലെ ഡാറ്റകളൊന്നും നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഇതേ ഒരു പ്രശ്നം തന്നെ നമ്മളെ ഫോണിൻ്റെ ഗാലറി ഫോൾഡറിനും സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഗാലറി ഫോൾഡറും നമ്മൾ ഇതുപോലെ ഒന്ന് ക്ലിയർ ഡാറ്റയും ക്ലിയർ ക്യാച്ചൊക്കെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഈ ഒരു ഫോണിൽ ഞാൻ ഗാലറി എടുത്ത് നോക്കുമ്പോൾ ഇവിടെ 433 MB ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് നമ്മൾ അകത്തേക്ക് പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 500 MB ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ചില ഫോണുകളിൽ നമ്മൾ ആപ്ലിക്കേഷൻ സെക്ഷൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ചിലപ്പം കൂടുതൽ GB ഉപയോഗിച്ചതായിട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും അകത്തോട്ട് പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൂടുതൽ ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഫോണിൽ ഗാലറിയിൽ നമ്മൾ പ്രശ്നമൊന്നും കണ്ടിട്ടില്ല. ചില ഫോണിൽ ഇതുപോലെ 10 GB അല്ലെങ്കിൽ 15 GB ഒക്കെ ഈ ഒരു ക്യാച്ച് ഫയലിലോ അല്ലെങ്കിൽ ആപ്പ് ഡാറ്റയിലൊക്കെ വന്ന് നിൽക്കാറുണ്ട്. അത് നമ്മളിതുപോലെ ക്ലിയർ ഡാറ്റ ചെയ്യുക. പക്ഷേ ക്ലിയർ ഡാറ്റ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഫോൺ ചിലപ്പോൾ ഒന്ന് ഹാങ് ആയതുപോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ സ്റ്റോറേജ് 32 GB അല്ലെങ്കിൽ 64 GB ഒക്കെ ഉള്ള ഫോണാണെന്നുണ്ടെങ്കിൽ ചെറുങ്ങനെ ഹാങ് ആയതുപോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കലി ആ ഒരു പ്രശ്നം സോൾവ് ആകാറുണ്ട്. പ്രധാനമായിട്ടും നിങ്ങൾ 4 ആപ്ലിക്കേഷനാണ് പരിശോധിച്ച് നോക്കേണ്ടത്. ഒന്ന് മൈ ഫയൽ, രണ്ടാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗാലറി, മൂന്നാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ക്രോം, അതോടൊപ്പം തന്നെ സാംസങ് ഇൻ്റർനെറ്റ് എന്ന കമ്പനീൻ്റെ ഡിഫോൾട്ടായിട്ട് വരുന്ന ബ്രൗസറും കൂടിയും ഇതുപോലെ ക്ലിയർ ഡാറ്റ ചെയ്ത് കൊടുക്കണം. ഇനി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടും നമ്മളെ പ്രശ്നം സോൾവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ഫോണിൻ്റെ പ്രശ്നം നമ്മൾ നേരത്തെ ചെയ്തതാണ്. അതായത് ഓരോരോ ഫോണിനും ഓരോരോ പ്രശ്നങ്ങളാണ് ഉണ്ടാകുക. പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുക. ഒന്നിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഡാറ്റേണ്ടത്, അതല്ലാന്നുണ്ടെങ്കിൽ റീസൈക്കിൾ ബിന്നിലുള്ള ഡാറ്റ ഡിലീറ്റ് ആക്കിയിട്ടില്ല, അതല്ലാന്നുണ്ടെങ്കിൽ അതർ ഫോൾഡർ ഫുള്ളായി കിടക്കുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും കാണാറുള്ളത്. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് നമ്മൾ ശരിയാക്കിയിട്ട് പോലും നമ്മളെ പ്രശ്നം സോൾവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് നമ്മൾ പോകേണ്ടത് നേരെ സെറ്റിങ്സിലേക്ക് വരിക. അതിനുശേഷം ജനറൽ മാനേജ്മെൻറ്റ് എന്ന ഓപ്ഷനിൽ റീസെറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം റീസെറ്റ് ഓൾ സെറ്റിങ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഒരിക്കലും റീസെറ്റ് ഫാക്ടറി റീസെറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യരുത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഫോണിലുള്ള എല്ലാ ഡാറ്റകളും നഷ്ടപ്പെടും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാതെ റീസെറ്റ് ഓൾ സെറ്റിങ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാവുന്നതായിരിക്കും. പിന്നെ നമ്മൾ പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ക്ലിയർ ഡാറ്റ ചെയ്യുന്നതിന് കൊണ്ട് നമ്മളെ ഫോണിലുള്ള യാതൊരു ഡാറ്റയും നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ വാട്സാപ്പ് അല്ലെങ്കിൽ ടെലിഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് വഴി, അതായത് ഒരു ലോഗിൻ ചെയ്താണ്ട് വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിലുള്ള അക്കൗണ്ട് നമുക്ക്
സൈൻ ഔട്ട് ആവുന്നതായിരിക്കും. അപ്പോൾ പിന്നെ രണ്ടാമത് ലോഗിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുപോലുള്ള ആപ്ലിക്കേഷൻ ഒരിക്കലും ക്ലിയർ ഡാറ്റ ചെയ്യരുത്, ക്ലിയർ ക്യാച്ച് വരെ മാത്രം ചെയ്യാൻ പാടുള്ളൂ. മെത്തേഡുകളൊക്കെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഫോണിലെ സ്റ്റോറേജിൻ്റെ പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെയും അതോടൊപ്പം തന്നെ ലൈക്കിലൂടെയും നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതായാലും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.